പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ യല്ലറോ. വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ട്രോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്ത ഒരു നടനാണ് ധ്യാൻ ചേട്ടൻ. അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റു സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട്. അതിലും കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ. ഇതൊക്കെ പാച്ചിന്റെ ഒരു നമ്പറല്ലേ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണു. ഞാനൊരു ഓളത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല, അല്ലാണ്ട് എനിക്കറിയില്ല ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ കാർത്തി കെട്ടി പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും എനിക്കറിയാം വർഷങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ. നീ ഇനി നാട് മുഴുവൻ കൊട്ടിക്കൊഴിച്ച് പാട്ടാക്കി എന്റെ മാനം കളയും. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറെ സിനിമ വരുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തേക്കാളും. അല്ലെങ്കിലും എനിക്കിത് വരണം. ഞാനിത് കേട്ടല്ലേ മതിയാവൂ. പരമേശ്വരൻ മാമ 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞാണ് നീ നന്നാവൂല, നിന്നെ ഏറ്റെടുക്കരുത്. എന്നിട്ട് ഞാൻ നിന്നെ ഏറ്റെടുത്തു. അപ്പൊ ഞാനിത് അനുഭവിച്ചല്ലേ മതിയാവും.